ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് നമ്മുടെ സിസ്റ്ററിന് അളിയനോട് വണ്ടി എർട്ടിഗ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് എടപ്പള്ളി സായി എന്നാണ്. ഞങ്ങളുടെ വണ്ടിയും അവിടെ തന്നെ എടുത്ത്. വളരെ നല്ല സർവീസിംഗ് ആണ്, നല്ല പെരുമാറ്റമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് എടുത്തതിന് ശേഷം ഇപ്പോൾ അളിയന് വേണ്ടിയിട്ടും വണ്ടി എടുക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ. അളിയനും പെങ്ങൾക്കും പുതിയ വണ്ടി എടുക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാനായിട്ട് എടപ്പള്ളി ഷായിൽ വന്നതാണ്. അപ്പോൾ ഇതാണ് വണ്ടി, എർട്ടിഗ 7 സീറ്റർ ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ആ ആഗ്രഹപ്രകാരം എല്ലാവരും കൂടെ കൂടി സന്തോഷമായിട്ട് അങ്ങോട്ട് വണ്ടി എടുക്കാൻ വന്നാൽ ഇപ്പോൾ തരുന്ന എല്ലാ നമ്പറൊക്കെ പുതിയ നമ്പറെല്ലാം കിട്ടിയിട്ടേ നമുക്ക് വണ്ടി അവർ ഇഷ്യൂ ചെയ്യുള്ളൂ. പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തത് ഇവിടുത്തെ അഭിലാഷ് എന്ന് പറഞ്ഞ ആ മാനേജറാണ്, ആ പുള്ളിയാണത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ സോഫ്റ്റായിട്ട്, ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ അതിൻ്റെ ഒരു താക്കോൽ ദാനം പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ എല്ലാ സ്റ്റാഫുകളൊക്കെ വന്നതാണ്, ഇൻറ്റീരിയറൊക്കെ ചെയ്ത ആൾക്കാരാണത്. അപ്പോൾ അവരെല്ലാവരും കൂടി എന്നിട്ട് ഒരു വണ്ടിയുടെ താക്കോലൊക്കെ കൈമാറാം എന്നുള്ള ഉദ്ദേശത്തിൽ നിൽപ്പാണ് കാണാം. അതിൻ്റെ മറ്റുള്ളൊരു അവരുടെ ഹെഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി താക്കോല് ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് അളിയനെ അങ്ങോട്ട് പോയാണ് കേട്ടോ. അളിയൻ പോയി നിന്നിട്ട് താക്കോലൊക്കെ വാങ്ങിച്ചു. ആ നമ്പർ പ്ലേറ്റൊക്കെ കാണുന്ന വിധത്തിൽ നിന്ന് അതൊക്കെ വാങ്ങിച്ചു. ഏതായാലും ജീവിതത്തിൽ ഒരു പുതിയ വണ്ടി എടുക്കാമെന്നാണ് എല്ലാവരും ആഗ്രഹം. പുള്ളിക്ക് നേരത്തെ വണ്ടി ഉണ്ടായിരുന്നു, പുള്ളി ദുബായിലായിരുന്നു, വന്നിട്ടിപ്പോൾ ഒരു കുറച്ച് നാളുകളായി. അപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ വണ്ടി എർട്ടിഗയാണ്. അപ്പോൾ പുള്ളിക്കാരന് ആ വണ്ടി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ തന്നെ സെയിം കളർ, മാഗ്മ ഗ്രേ എന്നാണ് കളറിൻ്റെ പേര്. അപ്പോൾ അത് വാങ്ങിച്ചു. താക്കോലും കൈമാറി, വൈഫ് കൊച്ചിനെയും കൈമാറി പെങ്ങൾക്ക്. എല്ലാവർക്കും ഷെയ്ക്കാൻ്റെ കൊടുത്ത് വളരെ സന്തോഷത്തോടെ ഞാനും കൊടുത്തൊരു ഷെയ്ക്കാൻ്റെ, വെറുതെ ഇരിക്കട്ടെ ഓർമ്മ. ഇനി താക്കോൽ വലിയൊരു താക്കോലിൻ്റെ ഒരു ഇതുണ്ട്, അതും കൂടെ കൈമാറി. അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ വൈഫാണ് ആ വണ്ടി ആദ്യമേ പുറത്തേക്ക് ഇറക്കിയത്. ഗാരേജിൽ നിന്ന്, അവരുടെ ഗാരേജിൽ നിന്ന് വൈഫാണ് ആദ്യം പുറത്തേക്ക് ഇറക്കിയത്. അപ്പോൾ അഭിലാഷായിട്ടൊക്കെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത്, ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ വൈഫ് വണ്ടി നേരെ ഗാരേജിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വെച്ചു. ശേഷം അളിയനൊരു ട്രെയിനിങ് കൊടുത്തായിരുന്നു, എങ്ങനെയാണ് മറ്റേ മാനുവലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന വണ്ടികളൊക്കെ. വൈഫ് ഓട്ടോമാറ്റിക് ഓടിക്കുന്നത് കൊണ്ടിട്ട് കാര്യങ്ങളൊക്കെ അളിയനും കൈമാറി പറഞ്ഞു കൊടുത്തു. അങ്ങനെ അളിയനും കുറേ ദൂരം ഓടി. അങ്ങനെ ഒരു ട്രെയിനിങ് കൊടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് യാത്ര ചെയ്തത്. ഇത് അളിയനാണ് ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല പച്ചപ്പുള്ള ഹരിതാപകരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ സ്ഥലമൊക്കെ അടിപൊളിയല്ലേ. ഞങ്ങൾ ഈ സിറ്റിയിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ്. നമ്മളെ അധികം പച്ചപ്പൊന്നും കാണാൻ പറ്റാതെയൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളിലാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴുള്ളൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. തലേദിവസം ഞങ്ങളവിടെ പോയി സ്റ്റേ ചെയ്ത് അവിടെ നിന്ന് പിന്നെ തിരിച്ചു വന്നു. അങ്ങനെ വണ്ടിയെടുത്ത് വീണ്ടും അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആലയം എന്ന് പറഞ്ഞത്. ഇതാണ് അളിയൻ്റെയും പെങ്ങളുടെയും വീടെന്ന് പറഞ്ഞത്. ഞങ്ങളുടെ എത്തിക്കൊണ്ടിരിക്കണമല്ലോ കേട്ടോ. അതാണ് ആ വീട്. ആ വീട്ടിൽ കുറേ പച്ചക്കറികൾ അതൊക്കെ അവർ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങൾക്കൊക്കെ ഇത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇങ്ങനെയൊക്കെ പിടിപ്പിച്ച് വെക്കുക. ഞങ്ങൾ ഈ ടെറസിൻ്റെ മുകളിൽ പിടിപ്പിക്കാണ്ട് ഞാനൊരു കുരുമുളക് കുറച്ച് കൊണ്ടുപോയി, പച്ചക്കുരുമുളക്. അതിപ്പോൾ കുരുമുളക് ഇട്ട് കറിയൊക്കെ വെക്കാമല്ലോ, എന്നിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ അവർ ചെറുതായിട്ട് പിടിപ്പിച്ച് വെച്ചേക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ഞങ്ങൾക്കിത് കാണുമ്പോൾ സന്തോഷം. ചക്ക, സപ്പോട്ട, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട്. മാങ്ങ, ചക്ക, പപ്പായ, ഒരുപാട് കൃഷികൾ ഇവർ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു വീഡിയോ എടുത്താണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ അല്ലേ. ഏതായാലും ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ, നിങ്ങളെ കാണുന്നത് വരെ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു.